എന്നാ പോവല്ലേ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ചു വിടാണ് കൽപ്പറ്റ. വേറൊന്നുമില്ല, ഫുഡ് കഴിക്കാനാണ്. എന്റെ ബാക്കിൽ ഇരിക്കാണ് നമ്മളെ സ്ഥാപനത്തിന്റെ മാനേജർ. മൂപ്പരെന്തോ കിനാവും കണ്ട് ഉത്തരക്കാണ്. കൽപ്പറ്റ ബൈപ്പാസ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പ് പോയാലാണ് നമ്മളെ കൽപ്പറ്റത്തെ പ്രധാനപ്പെട്ട ഒരു നൈറ്റ് ഫുഡ് സ്പോട്ട് കാണുക. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയൊക്കെ ഒരു മൂലക്ക സൈഡ് പോരുമ്പോ ഞങ്ങളിപ്പോ രണ്ടാളും കൂടി ഉണ്ടായി. ഇപ്പൊ നോക്കുമ്പോ ഓല കാണാനല്ല, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല. അവിടെ നിന്ന് തിരിഞ്ഞെടുക്കുമ്പോഴാണ് ബാക്കിലുള്ള പെറ്റ് ഷോപ്പ് ശ്രദ്ധപ്പെട്ട. പിന്നെ അവിടെയും കൂടി ഒന്ന് സന്ദർശിച്ചിട്ടാവും അടുത്ത പരിപാടി. ദീർഘവീക്ഷണത്തിലാണ്. ഓ ഡാ, എന്താ അതിന്റെ ഒരു ചൊറുക്കേ. ഇവരിവിടെ വേറെന്തോ പരിപാടിയില്ല. പട്ടിഭാഷയിൽ എന്നോടെന്തൊക്കെ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. കണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ഒരുത്തം കണ്ടോ സുഖിച്ചുറങ്ങണ പാവല്ലേ. എന്തോ അവന്റെ കൂർക്കം വരി. ഉറങ്ങണ ഉറപ്പിക്കാൻ പാടില്ല. ഓരോട് ചാറ്റും പറഞ്ഞ ഫുഡ് കഴിക്കാൻ പോകാണ്. ഞാൻ പറഞ്ഞ സ്പോട്ട് നല്ല തിരക്കുണ്ട്. സീറ്റൊക്കെ നമുക്കുള്ള ഓംലേറ്റ് ആണ് ഈ ചട്ടിമുണ്ടായിക്കൊണ്ട് സ്പെഷ്യൽ ഓംലേറ്റും പുളിസയൊന്നല്ല. ഇത് ഐറ്റം വേറെയാണ് മക്കളെ. ഈ കാക്കാന്റെ സ്പെഷ്യൽ മസാലയിലുള്ള ചിക്കൻ പൊരിച്ചത്, മറ്റേ കാക്കാന്റെ അടാറ് തട്ടുദോശയാണ് ഇവിടുത്തെ മെയിൻ. ഏറെ നേരത്തെ കാത്തിരിപ്പിന്റെ ആദ്യം ദോശ കരസ്ഥമാക്കിയത് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കണില്ല. കാത്തിരിപ്പുകൾക്ക് വിരാമം വിട്ടുകൊണ്ട് എനിക്കും കിട്ടി ദോശ. എല്ലാവരും ഇതൊന്ന് പൗതി അയക്കണേ. പീസ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സജിന്റെ ഒരു പെർഫോമൻസ് കണ്ടോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കിഡിലും എല്ലാരും കഴിച്ചു കഴിഞ്ഞ് കൈയൊക്കെ കഴിക്കും. നിന്റെ ഇപ്പോഴും തീർന്നിട്ടില്ല. വീഡിയോ എടുക്കുന്ന തിരക്കിലോ. ഏതായാലും ഈ സ്ഥലം എല്ലാവരും മറക്കണ്ട. കൽപ്പറ്റ ബൈപ്പാസിന്റെ അടുത്ത് നമ്മളെ ബഷീർ ഖാന്റെ സ്വന്തം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം ഒരു 6 മണി മുതൽ രാത്രി 11 മണി വരെ ഇവിടെ ഉണ്ടാവും. സ്വന്തം വയനാട്ടുകാരെ വയനാട്ടിൽ വരുന്ന ചങ്കളെ ഫുഡ് ആരും മിസ് ചെയ്യണ്ട. അപ്പോഴേ ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോട്ടോ.